ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ടു വീക്കെൻഡ് റിവ്യൂസ്. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഏറ്റവും പുതിയ വാർ ഡ്രാമ സിനിമയായ വാർഫെയർ ആണ്. അലക്സ് ഗാർലൻഡ്, റേ മെൻഡൂസ എന്നിവർ ചേർന്ന് ഡയറക്റ്റ് ചെയ്ത സിനിമയാണിത്. അലക്സ് ഗാർലൻഡിനെ കുറിച്ച് കേട്ടിട്ടുള്ളവർ കുറവായിരിക്കും, പക്ഷേ പുള്ളിയുടെ സിനിമകൾ വളരെ ഫേമസ് ആണ്. എക്സ് മാക്കിന, അനൈലേഷൻ, സിവിൽ വാർ ഒക്കെ ഡയറക്റ്റ് ചെയ്തത് അലക്സ് ഗാർലൻഡാണ്. ഇതിൽ സിവിൽ വാർ കഴിഞ്ഞ വർഷം എനിക്ക് ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് തന്നൊരു സിനിമ കൂടിയായിരുന്നു. ഇനി വാർഫെയറിലേക്ക് വന്നാൽ ഇത് ഭയങ്കര ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു വാർ ഡ്രാമയാണ്. ഒരു വലിയ യുദ്ധമോ അല്ലെങ്കിൽ ഒരുപാട് ഇവൻസോ ഒന്നുമല്ല ഇവിടെ കാണിക്കുന്നത്. ഒരു ചെറിയൊരു സംഭവം അത് നടക്കുന്ന ടൈം ഫ്രെയിമിൽ വളരെ ടൈറ്റായിട്ടത് കാണിക്കുക എന്നതാണ്. 2006 ഇറാഖ് യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ കുറച്ച് അമേരിക്കൻ നേവി സീൽസ് ഒരു ബിൽഡിങ്ങിൽ ട്രാപ്പായി പോകുന്നതും അവർ ആ ടെററിസ്റ്റ് അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതുമാണ് ഇവിടുത്തെ പ്ലോട്ട്. അവർ സർവൈലൻസിൽ ഇരിക്കുകയാണ്. പെട്ടെന്ന് അവർക്ക് നേരെ ഒരു സർപ്രൈസ് അറ്റാക്ക് ഉണ്ടാകുകയും അതിനുശേഷമുള്ള ഇവൻസാണ് നമ്മളെ ടെൻഷൻ അടുപ്പിക്കുന്നത്. ഈ കംപ്ലീറ്റ് ഇവൻസും സിനിമയുടെ ടൈം ഫ്രെയിമിൽ തന്നെയാണ് പറയുന്നത്. അതായത് യഥാർത്ഥത്തിൽ സംഭവം നടക്കുന്ന അത്രയും സമയത്തിനുള്ളിൽ അത് സ്ക്രീനിൽ അതേപോലെ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. സോ നമ്മളും അവിടെ ആ റൂമിൽ അവരോടൊപ്പം ഉണ്ടെന്ന് തോന്നും. ഒരു ഡോക്യുമെൻ്ററി സ്വഭാവമുള്ളൊരു സിനിമയാണിത്. അതുകൊണ്ട് തന്നെ വളരെ സ്ലോ പേസിലാണ് തുടങ്ങുന്നത്. സർവൈലൻസിൻ്റെ ഭാഗമായി ഈ പട്ടാളക്കാർ ഒരു ബിൽഡിങ്ങിൽ ഇരിക്കുന്നതും ആ സർവൈലൻസിൻ്റെ പ്രൊസീജിയറൊക്കെ വളരെ ടെക്നിക്കലായിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു ഔട്ട് ആൻഡ് ഔട്ട് വാർ ആക്ഷൻ സിനിമയല്ല. അങ്ങനെ ആ ഒരു എക്സ്പെക്റ്റേഷനിൽ കാണാനിരുന്നാൽ ഈ സിനിമ നിങ്ങളെ ഡിസപ്പോയിൻ്റ് ചെയ്യും. വയലൻസിൻ്റെ കാര്യത്തിൽ ഈ ഫിലിം ഒട്ടും പുറകോട്ട് പോയിട്ടില്ല. ബോംബ് എക്സ്പ്ലോഷനിൽ സംഭവിക്കുന്ന മരണം, ഇഞ്ചുറിയൊക്കെ വളരെ ഗ്രാഫിക്കായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. സ്ക്രീനിൽ അത്തരം ഷോട്ടുകൾ കാണാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു. സിവിൽ വാറിലെ പോലെ തന്നെ ഇവിടെ സൗണ്ട് മിക്സിങ് ഗംഭീരമാണ്. പെട്ടെന്നുണ്ടാകുന്ന ആ ഒരു ഷൂട്ടൗട്ടിൽ നമ്മൾ ഒരു സെക്കൻഡ് പേടിച്ചു പോകും, അല്ലെങ്കിൽ അതിനിടയിൽ പെട്ടുപോയാൽ എങ്ങനെ ഉണ്ടാകും എന്ന ഫീൽ ഇവിടെ കൊണ്ടുവരാൻ കഴിയുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ഐമാക്സ് റേഷ്യോയിൽ ചിത്രീകരിച്ച സിനിമയാണിത്. അതുപോലെ തന്നെ ഒരുപാട് പേര് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് ജോസഫ് ഫിന്നും വിൽ പൗഡറിനെയുമാണ്. സാധാരണ ഈ വാർ സിനിമകളിൽ അമേരിക്കൻസ് ഈ റിബലുകളെല്ലാം നേരിട്ട് തോൽപ്പിക്കുന്നതാണ് കാണിക്കുന്നത്. ഇവിടെ അത്തരത്തിലുള്ളൊരു സിറ്റുവേഷൻ അല്ല. എങ്ങനെയെങ്കിലും ഈ സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെടുക എന്ന പോയിന്റ് മാത്രമേ ഉള്ളൂ. സോ ഓവറോൾ പറഞ്ഞാൽ A24 പ്രൊഡക്ഷൻസിൻ്റെ ഒരു സിനിമയായതുകൊണ്ട് ഇതൊരു കൊമേഴ്ഷ്യൽ എലമെൻസ് ഉള്ള ഒരു വാർ സിനിമയല്ല. പകരം വളരെ ചെറിയ ക്യാൻവാസിൽ നിന്നുകൊണ്ട് ഒരു ഇവൻറ്റിനെ ടെൻഷൻ ബിൽഡ് ചെയ്ത് കാണിക്കുന്നതാണ്. ആദ്യത്തെ 1 മണിക്കൂർ ഈ സിനിമ ഭയങ്കര സ്ലോ പേസിൽ പോകുന്നത് നമ്മുടെ ഫോക്കസ് വിട്ടുപോകാൻ കാരണമാകുന്നുണ്ട്. പക്ഷേ പിന്നീട് ഇതൊരു സർവൈവൽ ട്രാക്കിലേക്ക് കടക്കുമ്പോൾ ഒരു കിടിലം എക്സ്പീരിയൻസ് ആകുന്നുമുണ്ട്. സോ ഇതാണ് എൻ്റെ റിവ്യൂ ഓഫ് വാർഫെയർ. നിങ്ങൾ ഈ സിനിമ കണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമൻസിൽ അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ദയവായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു വീക്കെൻഡ് റിവ്യൂസ്. അടുത്ത തവണ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.